ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ഈ കോവയ്ക്ക തോരൻ നമുക്ക് ഉണ്ടാക്കാം. അതിനായി ഒരു 25 കോവയ്ക്ക കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടായിട്ട് കീറിയെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ: ഒരു സവാള ചെറുതായിരുന്നത്, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, 1/2 കപ്പ് തേങ്ങ, 2 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, വെളിച്ചെണ്ണ, ഉപ്പ്, കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം. ഇത്രയാണ് ഈ തോരൻ ആവശ്യമുള്ള സാധനങ്ങൾ. എല്ലാ കോവയ്ക്കയും ഇതേപോലെ അരിയും. ചെറുതായി അരിഞ്ഞ സവാള, 3 പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അതുപോലെ തിരുമ്മിയെടുക്കാം. ഉപ്പെല്ലാം പിടിക്കട്ടെ. കടായി ചൂടാകുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ ശകലം വെളിച്ചെണ്ണ ചേർക്കാം. കോവയ്ക്ക ചേർത്ത് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കോവയ്ക്ക വാടുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി 2 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബാക്കി തേങ്ങയും കൂടെ ചേർത്തൊന്ന് ചതച്ചിട്ട് അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് ബാക്കിയെല്ലാം വെന്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പൊന്ന് ഇളക്കിയ ശേഷം ഇതോടൊപ്പം മിക്സ് ചെയ്യും. കോവയ്ക്കെല്ലാം നല്ലതുപോലെ വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം താളിച്ച് ചേർക്കാം. ഉപ്പൊന്ന് നോക്കാം. ഒരു നുള്ളി ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്ക് താളിച്ചുകൂടെ ചേർക്കാം. ഫ്ലെയിം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കുഞ്ഞുള്ളി, പച്ചമുളക്, എല്ലാം ഇളക്കിയ ശേഷം വീണ്ടും അടച്ച് വയ്ക്കാം. തണുത്ത ശേഷം നമുക്കൊരു സൈഡിൽ വെള്ളമൊക്കെ മാറ്റാം. കോവയ്ക്ക തോരൻ റെഡി.